നമസ്കാരം. ഇറാനിലെ തെരുവുകൾ ഇപ്പോൾ കലാപകലുഷിതമാണ്. അവിടുത്തെ മത ഭരണകൂടത്തിനെതിരെ ഇക്കുറി ജനങ്ങൾ ഒറ്റക്കെട്ടായി തെരുവിലിറങ്ങി എന്നുള്ളതാണ് ഈ സമരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരുപക്ഷെ നേരത്തെ എങ്ങാനും ആയിരുന്നുവെങ്കിൽ ഈ പ്രതിഷേധക്കാരെ മുഴുവൻ കൂട്ടക്കൊല നടത്താൻ പോലും മടിക്കാത്ത മതവെറിയന്മാർ ഭരിക്കുന്ന ഇറാനിൽ ഇപ്പോൾ അവരാകെ സ്തബ്ധരായി നിൽക്കുകയാണ്. കാരണം ഇവരെ എങ്ങനെ നേരിടണം, ഈ ജനമുന്നേറ്റത്തെ എങ്ങനെ നേരിടണം എന്നുള്ള കാര്യം അവർക്കിപ്പോഴും അറിയില്ല. ഇറാനിൽ ഒരു കാലത്ത് വലിയ സമ്പൽ സമൃദ്ധിയൊക്കെ കളിയാടിയിരുന്നു. ലോകത്ത് ഏറ്റവും ഫാഷണബിളായി ജീവിച്ചിരുന്ന ഒരു വലിയ സമൂഹമായിരുന്നു ഇറാനിലേത്. ഇറാനിലെ സിനിമകളെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ലോകമെമ്പാടും ഇന്നും പഴയകാല ഇറാൻ സിനിമകൾക്ക് വലിയ പ്രസക്തിയാണുള്ളത്. ഇറാനിലെ ഷാ ഭരണകൂടത്തിന് കീഴിൽ ഒരു പാശ്ചാത്യ സംസ്കാരം തന്നെ അവിടെ വളർന്നു വരുന്നു എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയിരുന്നത്. ഇങ്ങനെ വളരെ ഭംഗിയായി കാര്യങ്ങൾ നടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് 1979 അവിടുത്തെ മതവെറിയന്മാർ ഇറാനിലെ ഷാ ഭരണകൂടത്തെ അട്ടിമറിച്ച് അധികാരം പിടിക്കുന്നത്. തുടർന്നങ്ങോട്ട് ഇറാൻ എന്ന രാജ്യത്തിൻ്റെ കഷ്ടകാലം ആരംഭിക്കുകയായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. എല്ലാ കാര്യത്തിലും മതഭരണകൂടം ഇടപെടുകയും അവിടുത്തെ ആളുകളുടെ എല്ലാ സ്വാതന്ത്ര്യങ്ങളെയും ഇല്ലാതാക്കുകയും സ്ത്രീകൾക്ക് അവിടെ യാതൊരു തരത്തിലുള്ള പരിഗണന ഇപ്പോഴും ലഭിക്കുന്നില്ല. എല്ലാ സ്ത്രീകൾക്കും മുഖപടം അവിടെ നിർബന്ധിതമാക്കിയിട്ടുണ്ട്. ഹിജാബ് ധരിക്കാൻ വിസമ്മതിച്ചവരെ വധിക്കുന്ന നിരവധി സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. പോലീസ് കസ്റ്റഡിയിൽ കൊണ്ടുപോയി പെൺകുട്ടികളെ മർദ്ദിച്ച് കൊന്ന സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. തങ്ങളെ എതിർക്കുന്നവരെ എല്ലാം പൂർണ്ണമായും ഇല്ലാതാക്കുക, മതനിയമങ്ങൾ നടപ്പിലാക്കുക. ലോകത്ത് ഏറ്റവും അധികം വധശിക്ഷ നടപ്പാക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇറാൻ. നിസ്സാര കുറ്റങ്ങൾക്ക് പോലും അവിടെ വധശിക്ഷയാണ് വിധിക്കുന്നത്. സാധാരണ തൂക്കുമരങ്ങൾക്ക് പകരം വലിയ ക്രൈനുകളിൽ ആളുകളെ കെട്ടിത്തൂക്കിയിട്ട് ഇഞ്ചിഞ്ചായി കൊല്ലുന്ന രീതിയാണ് അവിടെ നടപ്പിലാക്കുന്നത്. എല്ലാം മതത്തിൻ്റെ പേരിലാണ് എന്ന് മാത്രം. അതിനെ എതിർക്കാൻ അവിടെ ആരും തന്നെ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇറാൻ്റെ സാമ്പത്തിക നിലയാകെ തകരാറിലാണ്. ലോകത്തെ തീവ്രവാദ സംഘടനകൾക്കെല്ലാം വാരിക്കോരി സഹായം നൽകിയും ആണവായുധം നിർമ്മിക്കാൻ ഇറങ്ങിയൊക്കെ തന്നെ ഇറാൻ്റെ സാമ്പത്തിക സ്ഥിതി ഇപ്പോൾ മോശമായിട്ടുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തന്നെ അവിടുത്തെ കച്ചവടക്കാരാണ് ആദ്യം പ്രതിഷേധിച്ചത്. അവർ കടകൾ അടച്ചിട്ടുകൊണ്ട് ടെഹ്റാൻ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ തന്നെ വലിയ തോതിലുള്ള പ്രതിഷേധം നടത്തുന്നുണ്ട്. ഇവരെ നേരിടാൻ പോലീസ് ടിയർ ഗ്യാസും ലാത്തിചാർജും ഒക്കെ തന്നെ പ്രയോഗിക്കുന്നുമുണ്ടായിരുന്നു. പക്ഷേ ആളുകൾ അതിലൊന്നും തന്നെ അടങ്ങുന്ന ലക്ഷണമില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ ജനങ്ങൾ വിളിച്ച മുദ്രാവാക്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇറാനിലെ ഏറ്റവും വലിയ മത നേതാവായ അയത്തുള്ള അലി ഖമേനിയെ വധിക്കണമെന്ന് പോലും സാധാരണക്കാര ജനങ്ങൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. കാരണം അത്രത്തോളം അവിടുത്തെ സാധാരണക്കാര ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുന്നു. അതിൻ്റെ ഒരു ലക്ഷണം തന്നെയാണ് ഇപ്പോൾ അവിടെ കാണുന്നത്. ഒരു പക്ഷേ അമേരിക്കയും ഇസ്രായേലും പോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഈ പ്രക്ഷോഭത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് അവരെ അനുകൂലിച്ചാൽ ഈ മതവെറിയന്മാർക്ക് രാജ്യം വിട്ട് ഓടേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്. ഏറ്റവും ഒടുവിലായി ഇറാനിൽ നിന്ന് വരുന്ന ഏറ്റവും സന്തോഷകരമായൊരു കാര്യം, ഇറാനിലെ ശരിക്കും കിരീടാവകാശിയായ റൈസ പഹ്ലവി, അദ്ദേഹം ഇപ്പോൾ ഇറാനല്ല താമസിക്കുന്നത്. അദ്ദേഹം വിദേശ രാജ്യങ്ങളിൽ പ്രവാസ ജീവിതത്തിലാണ്. അദ്ദേഹം ഈ പ്രക്ഷോഭത്തിന് എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചിരിക്കുന്നു. റൈസ പഹ്ലവി പറയുന്നത്, ഇത് ജനങ്ങളുടെ മുന്നേറ്റമാണ്, നിങ്ങൾ ഒരിക്കലും ഇതിൽ നിന്ന് പിന്നോട്ട് പോകരുത്, നിങ്ങൾ നിങ്ങളുടെ സർവ്വശക്തി ഉപയോഗിച്ച് ഈ മതഭരണകൂടത്തെ പുറത്താക്കണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. റൈസ പഹ്ലവിയുടെ പിതാവായ മുഹമ്മദ് റൈസ ഷായെ പഹ്ലവിയെ ആയിരുന്നു 1979 ഇവർ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയത്. അന്ന് അദ്ദേഹത്തിന് കുടുംബത്തെയും കൊണ്ട് ജീവൻ രക്ഷിക്കാൻ വേണ്ടി അമേരിക്കയിലേക്കും മറ്റും പലായനം ചെയ്യേണ്ടി വന്നൊരു ഘട്ടമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകനായ ശരിക്കും കിരീടാവകാശിയായി വർഷങ്ങൾക്ക് മുമ്പ് 1970 ആദ്യം തന്നെ വാഴിക്കപ്പെട്ട വ്യക്തിയായിരുന്നു റൈസ പഹ്ലവി. പക്ഷേ റൈസ പഹ്ലവിക്ക് പോലും സ്വന്തം രാജ്യത്ത് നിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണുള്ളത്. ഒരു പക്ഷേ ഇപ്പോൾ ജനങ്ങളൊക്കെ തന്നെ ആഗ്രഹിക്കുന്നത് ഷാ ഭരണകൂടം തിരികെ വരണം എന്നുള്ളതാണ്. റൈസ പഹ്ലവി വന്ന് തങ്ങളുടെ പട നയിക്കണമെന്നും ഈ മത ഭരണകൂടത്തെ പുറത്താക്കി അദ്ദേഹം അധികാരം ഏറ്റെടുക്കണം എന്നുമാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇറാനെ സംബന്ധിച്ച് അവിടെ പെഷസ്കി എന്നൊരു പ്രസിഡൻ്റുണ്ട്. പക്ഷേ അയാൾ പോലും വെറും അലങ്കാര പദവി മാത്രമായിട്ടാണ് അത് കൊണ്ട് നടക്കുന്നത്. കാരണം അവിടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് മതഭരണകൂടമാണ്, അയത്തുള്ള അലി ഖമേനിയാണ്. പ്രായാധിക്യവും ആരോഗ്യ പ്രശ്നങ്ങളും കൊണ്ട് വല്ലാതെ നട്ടം തിരിയുന്ന ഖമേനിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കുടുംബാംഗങ്ങൾ, അയാളുടെ മകൻ ഉൾപ്പെടെയുള്ള വലിയൊരു സംഘമാണ് ഇന്ന് ഇറാനെ ശരിക്കും ഭരിക്കുന്നത്. ഇവർ നടത്തുന്ന ദുർഭരണത്തിനെതിരെ തന്നെയാണ് അവിടെ ജനങ്ങളിപ്പോൾ തെരുവിലിറങ്ങി പ്രതിഷേധത്തിന് മുതിരുന്നത്. ഇത് മറ്റൊരു വല്ലപ്പോ വിപ്ലവമായി മാറുമോ എന്നാണ് എല്ലാവരും പ്രതീക്ഷയോടെ വിട്ടുനോക്കുന്നത്. ഇറാനിലെ ജനങ്ങളൊക്കെ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. മതത്തിൻ്റെ പേര് പറഞ്ഞ ആളുകളെ നിരന്തരമായി കൂട്ടക്കൊല ചെയ്യുകയും വധശിക്ഷയ്ക്ക് വിധേയരാക്കുകയൊക്കെ ചെയ്യുന്ന, ഹിജാബ് ധരിച്ചില്ലെങ്കിൽ പെൺകുട്ടികളെ പോലും പരസ്യമായി കൊല്ലുന്ന ഒരു ഭരണകൂടം ഇത് ഈ രാജ്യത്തിന് ഇനി ആവശ്യമില്ല എന്നും 1979 മുമ്പുള്ള മനോഹരമായ ആ ഇറാനിലേക്ക് മടങ്ങിപ്പോകണമെന്നുമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി തന്നെയാണ് അവർ റൈസ പഹ്ലവി മടങ്ങി വരണം എന്ന് നിരന്തരമായി ആവശ്യപ്പെടുന്നത്. ഏതായാലും റൈസ പഹ്ലവി ഇപ്പോൾ അതിൻ്റെ നേതൃത്വം ഏറ്റെടുത്ത മട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അദ്ദേഹം വിദേശ രാജ്യത്താണെങ്കിൽ പോലും അദ്ദേഹത്തിന് എല്ലാ പിന്തുണയും പ്രഖ്യാപിക്കുകയും താൻ എല്ലാ കാലത്തും ഈ പ്രക്ഷോഭകർക്കൊപ്പം തന്നെ ഉണ്ട് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഏതായാലും ഇറാനിലെ മതഭരണകൂടമാകട്ടെ ഇപ്പോൾ അല്പം അയഞ്ഞ മട്ടാണ്. കാരണം പിടിവിടുന്നു എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഞങ്ങൾ പ്രക്ഷോഭകരുമായി ചർച്ച നടത്താൻ തയ്യാറാണ് എന്ന് വരെ
പെഷസ്കിയാൻ്റെ അനുയായികൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും തന്നെ ജനം കേൾക്കുന്നില്ല. അവർക്കറിയാം ഇതെല്ലാം തട്ടിപ്പാണെന്ന്. വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു സംഘം മൗലികവാദികളാണ് തങ്ങളുടെ രാജ്യത്തിൻ്റെ ഭരണം ഏറ്റെടുത്തിരിക്കുന്നതെന്ന് അവർക്ക് നന്നായിട്ടറിയാം. ഇവരെ പുറത്താക്കുക മാത്രമാണ് ഇറാൻ രക്ഷപ്പെടാനുള്ള ഏക മാർഗ്ഗമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അതിൻ്റെ ഒരു പ്രത്യാഘാതം തന്നെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പരിണതഫലം തന്നെയാണ് അവിടെ നടക്കുന്നത്. ഇപ്പോൾ എല്ലാ വിഭാഗം ജനങ്ങൾ, സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന അതിശക്തമായ പ്രക്ഷോഭങ്ങൾ ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിലും സമീപ പ്രദേശങ്ങളിലുമൊക്കെ തന്നെ ജനങ്ങൾ ഒത്തുകൂടി തെരുവിലിറങ്ങി പ്രതിഷേധിക്കുകയാണ് ഈ മതഭരണകൂടത്തെ. ഒരു നിശബ്ദ വിപ്ലവം കൂടി ഒരുപക്ഷെ ഇറാനിൽ വരാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. ഒരു കാലത്ത് നാട് കടത്തിയ, ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഓടി രക്ഷപ്പെട്ട മറ്റു രാജ്യത്തേക്ക് പോയ ഇറാനിലെ ഷായുടെ പിൻഗാമിയെ വിളിച്ചു കൊണ്ടുവന്ന് അവിടുത്തെ ഇറാനിലെ ഭരണകൂടത്തിൻ്റെ തലപ്പ തിരുത്താൻ തന്നെയാണ് ഒരുപക്ഷെ പ്രക്ഷോഭകർ ആഗ്രഹിക്കുന്നത് എന്നാണ് ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ നമ്മൾ വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇറാനിലെ മതഭരണകൂടത്തിന് ഇനി അധികകാലം ഈ രീതിയിൽ തുടരാൻ കഴിയുകയില്ല എന്നുള്ളത് ഉറപ്പാണ്. ജനരോഷത്തിന് അവർ അടിമപ്പെടുക തന്നെ ചെയ്യും എന്നുള്ള കാര്യവും ഉറപ്പാണ്.